റിഫ്ലക്സ് ഓൺ AI അവർക്ക് നല്ല കീട്ടിലെ പണിയും കൊടുത്ത് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് AI ചുമ്മാ നിഷ്കരുണം കള്ളവും പറഞ്ഞു. AI അങ്ങനെ കള്ളം പറയാൻ പഠിച്ചെന്നാണ് ഞാൻ പറയാൻ പറഞ്ഞത്. മനുഷ്യന്മാർ കള്ളം പറയാം, AI ബുദ്ധി കൊടുത്ത് മനുഷ്യന്മാരെ ഫീഡ് ചെയ്യണം. അങ്ങനെ കൊടുത്ത് AI കള്ളം പറയാൻ പഠിച്ചു. സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവർക്ക് റിഫ്ലക്സിന്റെ സ്വന്തം AIക്ക് തന്നെ അവരൊരു എന്താ പറയുക ചലഞ്ച് കൊടുത്ത്, ചലഞ്ചല്ല ഒരു വർക്ക് കംപ്ലീറ്റ് ചെറിയ സിമ്പിൾ ടാസ്ക് കൊടുത്ത് ഡാറ്റാബേസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യാനോ അറേഞ്ച് ചെയ്യാനോ ആയിട്ട് കൊടുത്തായിരുന്നു. സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഫുൾ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും പോലെ സ്വന്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും പോലെ അതിനെപ്പറ്റിയുള്ള കള്ളത്തരം എന്ന് വെച്ചാൽ ഇത് എഞ്ചിനീയേഴ്സ് തിരിച്ച് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചാൽ റിഫ്ലക്സിറ്റി തിരിച്ചിങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കള്ളം പറഞ്ഞു ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറെ സംഭവിച്ചതാണ്. ഇത് ശരിക്കും പറയണമെന്ന് വെച്ചാൽ ഒരു ടൈം ഉണ്ട്. ആ ടൈം ഞാൻ പറയാൻ പറ്റാത്ത വലിയൊരു ടൈം അത് ഞാൻ ഇങ്ങനെ മണ്ണിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സംഭവം ആണ് ശരിക്കും സംഭവിച്ചത്. ഇത് ശരിക്കും പറയാനുള്ള എററും പങ്കും കാര്യങ്ങളെല്ലാം എല്ലാത്തിനും പറ്റും. പക്ഷേ ആലോചിക്കണം, പറ്റിയത് അഡ്മിറ്റ് ചെയ്യാതെ ഇതിനെപ്പറ്റി കള്ളം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ എൻ്റെ മൈ കേസ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആദ്യം പണ്ട് ChatGPT ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് അതിനെക്കാട്ട് ഉപയോഗമായിട്ട് തോന്നുന്നത് DeepSeek. നമ്മളെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് പണ്ട് ഗൂഗിൾ എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കുമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ChatGPT ചെയ്ത് നോക്കും, ജെമിനി ചെയ്ത് നോക്കും. ആ ഒരു വൈബിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം AI തിരിച്ച് കള്ളം പറയുന്ന ഒരു ലോകത്ത് എത്തിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് AI യുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 10% പോലും ആയില്ല. അപ്പോൾ നമ്മൾ ഈ ടെർമിനേറ്റർ സിനിമയിലെ കണ്ട കണക്കൊക്കെ ആവാൻ ചാൻസ് ഉണ്ടോ ഇന്ത്യയിൽ നിന്ന് ജസ്റ്റ് സൈഡിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് ബൈ.